സ്വീകരണം ഒരുക്കും വലിയ തുഷാർക്കുമ്പോൾ തുഷാർക്കുമ്പോഴേ ചർച്ചയ്ക്ക് എത്തുമ്പോൾ വലിയ സ്വീകരണം ഒരുക്കും. എന്തോ സ്വീകരണം നമ്മളിവിടെ വരും, ന്യായമായിട്ടുള്ള അല്ലാതെ അതിന് വിശേഷമൊന്നും. എന്നാ സ്വീകരണം? ഞാൻ അദ്ദേഹം വന്നാൽ എൻ്റെ ഒരു മകനെ പോലെ അല്ലെങ്കിൽ അനിയനെ പോലെ സ്വീകരിക്കും, അത്രേ ഉള്ളൂ. രാഷ്ട്രീയ നേതാവായിട്ട് സ്വീകരിക്കുന്നതല്ല. തുടർ നടപടി എങ്ങനെയൊക്കെ NSSന്റെ ഒരു യോഗം വെച്ചാൽ സ്ഥിതി ഉണ്ടാവുമല്ലോ? ഇത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് എനിക്ക് യോഗം വിളിച്ചു കൂട്ടി. യോഗം എന്ന് പറയുന്നത് ഇവിടെ ഡയറക്റ്റ് പോകും, പരമോന്നത സഭ അതാണ്. അവർ ഈ വിളിച്ച ഈ വിവരങ്ങൾ പറയണം, ഇത് അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് ഈ ഐക്യത്തിനുള്ള തീരുമാനം അവിടെ ഉണ്ടാകും. NSSന്റെ സംവിധാനം അനുസരിച്ച് അത് എല്ലാവരും അതിനോട് യോജിക്കാൻ ആണ് 100% സാധ്യത. അത് അവർ വന്ന് കണ്ടതിന് ശേഷം, കണ്ടുപോയതിന് ശേഷം നമ്മൾ വിളിച്ചു കൂട്ടുന്നു. ഈ NSS SNDP ഐക്യത്തിൽ ആരെങ്കിലും ആശങ്കപ്പെടുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്കൊരു തോന്നിയിട്ടില്ല. ആശങ്കപ്പെടുന്നത് രാഷ്ട്രീയക്കാരാണ്, വേറെ ആരും ആശങ്കപ്പെടുന്നില്ല. ബാക്കിയൊക്കെ ഈ പൊള്ളത്തരം വൈകിട്ട് സന്ധ്യയ്ക്ക് പറഞ്ഞ് വിളിച്ചു പറയുന്ന അവരെ തന്നെ. എല്ലാ തരത്തിലേക്കും ഒരു ചർച്ചയിലേക്ക് പോകുമോ? പ്രാഥമികമായി ഈ ചർച്ച കഴിഞ്ഞിട്ടാണോ അത്? അല്ല, ഞാൻ ചർച്ചത്തെ ഐക്യത്തെ സ്വാഗതം ചെയ്തു, കണ്ടീഷണലായിട്ട് പറഞ്ഞല്ലോ. ഇന്ന തരത്തിലാണെങ്കിൽ ഐക്യം. ആ കണ്ടീഷൻ ഇതല്ലേ പറഞ്ഞത്, NSSന്റെ അടിസ്ഥാന മൂല്യങ്ങൾ. അത് ഞങ്ങൾ എത്ര വന്നാലും ബലികഴിക്കത്തില്ല, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ഇത്ര വെള്ളക്കൂടം വേണമെന്നോ കോളേജ് വേണമെന്നൊന്നും ഉള്ളതല്ല, പൊതുതത്വമാണ് ഞങ്ങളെടുത്തിരിക്കുന്നത്. അതായത് രാഷ്ട്രീയ കാര്യത്തിൽ നമ്മളെടുത്തിട്ടുള്ള നിലപാട് സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യത്തിന് വേണ്ടി, മതങ്ങൾ തമ്മിലുള്ള ഐക്യത്തിന് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ള നിലപാട് അതൊക്കെ അടിസ്ഥാനപരമാണ്. അതാണ്. സമുദായ നേതാവ് മാത്രമല്ല, ഒരു രാഷ്ട്രീയ സംഘടനയുടെ നേതാവ് കൂടിയാണ്. രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിലല്ല ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. ഇവരാണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞത് SNDPയുടെ ഒരാൾ എന്നുള്ള നിലയിലാണ്. അങ്ങനെ അവരത്ര കുട്ടികളാണ്.